നമ്മള് അഹങ്കരിക്കണ റോഡാണിത്. അതായത് നമ്മളെ എയർപോർട്ട് റോഡ്, പറമ്പിൽപ്പീടിയ, കാടപ്പടി, കൊണ്ടോട്ടിക്കൊക്കെ പോകണ മെയിൻ പാത, എയർപോർട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞ അഹങ്കരിക്കണ റോഡാണിത്. ഇത് കണ്ടു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കി. പുഴയാണ് പുഴ. പുഴക്കും മുകളില് കടലാണ് ഈ കാണുന്നത്. ഇതിനൊരു പരിഹാരമില്ല ഇവിടെ. പരിഹാരം എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളോട് വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിഹാരം ഇവിടെ ഇല്ല. ഓരോരുത്തർ വന്ന് നോക്കുകയാണ്, സർവേക്കാര്, അതുപോലെ തന്നെ പിന്നെ തഹസിൽദാർ, ഒരുപാട് ആളുകൾ വന്നു നോക്കി, പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരു പരിഹാരം ഇതുവരെ ഇല്ല. കുറച്ച് ദിവസമൊക്കെ കാലാവസ്ഥ അനുകൂലമായിരുന്നു, എന്നിട്ട് പോലും ഒരു പരിഹാരമില്ല. സ്കൂളിലേക്കൊക്കെ വാഹനങ്ങൾ കണ്ടോ, ഈ കോലത്തിൽ വണ്ടി പോയി കഴിഞ്ഞാല്, ലൈനറിൽ വെള്ളം കയറി കഴിഞ്ഞാല് ബ്രേക്ക് കിട്ടൂല. തീർച്ചയായിട്ടും ഇവിടെ പിടിച്ചാല് അവിടെ നിൽക്കുള്ളൂ. ഇതിന്റെ സൊല്യൂഷൻ എന്താണ് ആർക്കും ഒന്നും അറിയണില്ല. ഇനി എന്താണ് ഒരു പെരീക്ക് ഇറങ്ങണ റോഡാണിത്. അവരെ ഗേറ്റ് വെച്ച് ഗേറ്റ് വരെ പോകുന്നത് അക്കോലത്തിൽ വെള്ളം വന്ന് ഒലിച്ചു പോയിട്ട്. ഇത് കണ്ടോ, 4-5 വർഷമായി റോഡിന്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുക. ഒരു വണ്ടി പോലും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. പ്രായമായ ഉപ്പയും ഉമ്മയും ഉള്ള അവരെ പോലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. ആ വീട്ടിലാണെങ്കിൽ സ്കൂൾ തുറന്നതിന്റെ ശേഷം ആ കുട്ടി, സുഖമില്ലാത്തൊരു കുട്ടി, സ്കൂളിൽ പോയിട്ടില്ല. നമ്മൾക്ക് ഉപ്പാനും ഉമ്മാനെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തീരെ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ റോഡ്, ഇതിനൊരു പരിഹാരം ആരും തന്നെ കാണുന്നില്ല. 2021 മുതൽ ഇതിന് പരാതിയുമായി ഇറങ്ങിയിട്ട് ഒരു തീരുമാനവും ഇതുവരെ എത്തിയിട്ടില്ല. ഇതൊന്നും ആക്രിപ്പീടയിൽ നമ്മൾ ചെന്നതല്ല. ഓരോരോ ആളുകൾ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന വാഹനങ്ങളുടെ ഓരോ സ്പെയർ പാർട്സുകളും നമ്പർ ബോർഡുകളൊക്കെ അടർന്ന് വീണതാണ്. ഇത് 4-5 പ്രാവശ്യമായി നമ്മള് മണ്ണിട്ടിട്ടും കോൺക്രീറ്റ് ഇട്ടിട്ടും ഒക്കെ ചെയ്ത റോഡായിരുന്നു. ഇത് ഫുള്ള് പൊട്ടി പൊന്ന് ഈ ഓളം വന്നുകാണ്ട് പൊട്ടി നശിക്കുകയാണിത്. ഇത് ഇന്നും ഹൈറ്റിൽ കെട്ടുകയാണെങ്കിൽ അതിലേറെ ബുദ്ധിമുട്ടാവും ജനങ്ങൾക്ക്. ഒരു വണ്ടി പോലും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു നിലക്കും കഴിയാത്തൊരു സാഹചര്യത്തിലുള്ളത്. കടൽ പോലും തോറ്റു പോകുന്ന തിരമാലകൾ അവിടെ ഉള്ളത്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ അറിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ പറയും, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയും. അപ്പോൾ അത് വിജയിക്കുള്ളൂ.